എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന 10th ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ഭരണഘടന എന്ന വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അബിൻ ഒള്ളൂർ. PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്ന മേഖലയാണ് ഭരണഘടന. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ച ശേഷം ഉത്തരത്തിലേക്ക് എത്തിയാൽ ഭരണഘടനാ വിഭാഗത്തിൽ നിന്ന് വരുന്ന 10 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പ്രാഥമിക പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളുമാണ് സിലബസിൽ അടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട മുഴുവൻ പാഠഭാഗങ്ങളും പഠിച്ചിരിക്കണം. കൂടാതെ ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ചു ചോദിക്കുന്ന പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടന, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ എന്നിവ ഭരണഘടനയിൽ ഏത് ഭാഗത്തിൽ ആണെന്നും അവയുടെ ഓരോന്നിൻ്റെയും അനുച്ഛേദങ്ങളും ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ ഇഴകീറി പഠിച്ചിരിക്കണം. ഭരണഘടനയുടെ അടിസ്ഥാനമായ ഭരണഘടനാ നിർമ്മാണ സഭ, അംഗങ്ങൾ, തിരഞ്ഞെടുപ്പ് രീതി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അടക്കമുള്ള വിവിധ കമ്മിറ്റികൾ, ആമുഖം ഇവയുടെയൊക്കെ വിശേഷണങ്ങൾ, അംഗങ്ങൾ എന്നിവ ആവർത്തിച്ച് വായിക്കുക. പ്രധാനമായും 42, 44 ഭേദഗതികൾ, അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുടെ യോഗ്യത, നിയമനം, സത്യപ്രതിജ്ഞ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, അവരുടെ സേവന വ്യവസ്ഥ, കൂടാതെ ഈ അടുത്ത കാലത്ത് സ്ഥിരമായി ചോദ്യങ്ങൾ കടന്നുവരുന്ന ലോകസഭ, രാജ്യസഭ, പഞ്ചായത്തി രാജ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ എന്നിവ മുഴുവനായും പഠിക്കണം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം അവ എന്നു മുതലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്, എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നിവയെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കണം. ഒപ്പം പ്രധാനപ്പെട്ട കമ്മീഷനുകളായ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയുടെ തെരഞ്ഞെടുപ്പ്, നിയമനം, പിരിച്ചുവിടൽ, കാലാവധി, ചുമതലകൾ എന്നിവ ചോദ്യപേപ്പറുകളിലെ സ്ഥിര സാന്നിധ്യമാണ്. 2024 നടന്ന LDC പരീക്ഷകളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട വിഷയമാണ് ഭരണഘടന. കൂടുതലായും ചോദ്യങ്ങൾ വന്ന മേഖലകൾ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിങ്ങനെയുള്ള വിഭാഗത്തിൽ നിന്നുമാണ്. പ്രസ്താവന ചോദ്യങ്ങളാണ് കൂടുതലായും പരീക്ഷാ പേപ്പറുകളിൽ കാണാൻ കഴിഞ്ഞത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലിസ്റ്റുകൾ എന്നീ മേഖലകളിൽ നിന്ന് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ കാണാൻ കഴിഞ്ഞു. നവംബർ 2-ാം തീയതി നടന്ന ലാസ്റ്റ് ഗ്രേഡ് എക്സാമിൽ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്നാണ് എന്നും രാജ്യസഭാ ചെയർമാനാകേണ്ട പ്രായം എത്ര എന്നുമുള്ള ചോദ്യങ്ങളായിരുന്നു. മുൻവർഷ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നതോടൊപ്പം ടോപ്പിക്കുകൾ കൃത്യമായി വായിക്കുകയും ചെയ്താൽ ഭരണഘടനാ ഭാഗത്തിൽ നിന്നും മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കും. കേരള PSC നടത്തുന്ന 10th ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ഭരണഘടന എന്ന വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അബിൻ ഒള്ളൂർ. നാളെ 10th ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ചരിത്ര വിഷയത്തെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.